ഹലോ, അതെ, ഞങ്ങൾ കറ്റലോണിയയിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ സൺസെറ്റ്, സ്പെയിനിലെ ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് കറ്റലോണിയയിലാണ്. ഇത് ഇസ്മായിൽ ഫ്രം ദുബായ് ആൻഡ് ജോസിയേട്ടൻ ഫ്രം ജർമ്മനി. ഞങ്ങളതിനെ കുറിച്ച് പറയും. കറ്റലോണിയ സ്പെയിനിൽ നിന്ന് വിട്ടുപോകണമെന്നും പറഞ്ഞിട്ട് വളരെയധികം പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ് കറ്റലോണിയ. കറ്റലോണിയയുടെ തലസ്ഥാനമാണ് നമ്മുടെ ബാർസലോണ. അപ്പോൾ ഇവിടെ കറ്റലോണിയ നമ്മൾ കുറച്ച് പ്രസന്റേഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ. അത് തന്നെ. പിന്നെ ഇപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കാനുള്ള കാരണം ഇവിടെ സൺ സെറ്റ് ഇവിടെ നടക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന ഏകദേശം ഈ ഇവിടുന്ന് ഒത്തിരി ഒരു കറ്റലോണിയയുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്ഥലമാണ്. അവിടെയുള്ള റിസോർട്ട് ഹോട്ടലുണ്ട്. പെട്രോ ഫ്ലോറിഡ എന്നുള്ള ഹോട്ടലാണ് ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് ഇതാണ്. ഞങ്ങൾ ഏറ്റവും ഒരു ബിൽ ക്ലിന്റൺ ഒക്കെ വന്നു കഴിഞ്ഞിട്ട് താമസിക്കുന്ന സ്ഥലമാണ്. ബിൽ ക്ലിന്റനും അങ്ങനെയുള്ള ഏറ്റവും വലിയ ഇവിടെ മറ്റുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ഈ സ്ഥലത്തുനിന്ന് നോക്കിയിട്ട് ഈ സിറ്റി മൊത്തം കാണാം. ഇപ്പം ഇവിടുത്തെ ഈ ലൈറ്റുകളൊക്കെ ഇട്ട് വരുന്നേ ഉള്ളൂ. സൂര്യൻ അസ്തമിക്കുന്നത് 9 മണിക്കാണ്. സൂര്യൻ അസ്തമിക്കും. ഇപ്പം ഏകദേശം ഇപ്പം നമ്മുടെ രാത്രി 9 മണി 10 മണി ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സൂര്യൻ അസ്തമിക്കുന്നത് 9 മണിക്ക് ശേഷമാണ്. സൂര്യൻ ഉദിക്കുന്നത് ഇപ്പോൾ രാവിലെ 4 മണിക്ക് സൂര്യൻ ഉദിക്കും. നല്ലൊരു ഇതാണ്. പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചിലപ്പോൾ കുറച്ച് ലൈറ്റുകൾ മാത്രമായിരിക്കും. കുറച്ച് GST ടൈം പറഞ്ഞോളൂ. GST ടൈം ഗ്രീൻവിച്ച് മെറിഡിയൻ ടൈമുമായിട്ട് 1 മണിക്കൂറിൻ്റെ വ്യത്യാസമുള്ളൂ. ഓക്കെ, 1 മണിക്കൂർ. അവിടെ ഒരു ലൈറ്റിനിങ് കാണില്ല. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഇതൊക്കെ കൂടുതലും ഒലിവ് മരങ്ങളാണ്. ഇവിടെ ഒലിവ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഏറ്റവും നല്ല ഒലിവ് ഈ കാണുന്ന ട്രീയിൽ കാണാം ഒലിവ് കായ ഉണ്ടായി കിടക്കുന്നത്. മാത്രമല്ല ഇവിടെ ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ളത് പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതിക്കുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 60% ഗ്രീനറി ഇവിടെ ഉണ്ടെന്നുള്ളതാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് കാണാം. അത് അവർ ചുമ്മാ പറച്ചിലിൽ മാത്രമല്ല, അത് അവർ കീപ്പപ്പ് ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും. ഇവിടെ വൺസ് അവർ ഡിക്ലെയർ ചെയ്തും ഇത് ഗ്രീൻ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റാർക്കും അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഒരു പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റോ അങ്ങനെയുള്ള ഇതൊന്നും ഇവിടെ നടക്കില്ല. വളരെ ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ഇപ്പോൾ സമ്മറാണെന്നാണ് പറയുന്നത്. സമ്മറാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിൻ്റർ ലുക്കാണ് ഇപ്പോൾ ഇപ്പോൾ കാണുന്നത്. ഇവിടെ പൊതുവേ ഇപ്പം മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ചൂട് കൂടുതലുണ്ട്. മെഡിറ്ററേനിയൻ കാലാവസ്ഥയാണ്. എല്ലാം കൊണ്ടും എല്ലാം നല്ല ഒരു ഇതാണ്. ഈ നിൽക്കുന്ന സ്ഥലമാണ് ഏകദേശം ഈ ബാർസലോണയിലെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഒരിതാണ്. ഇന്ന് ഞങ്ങൾ പോയിരുന്ന സ്ഥലമുണ്ട്. അതിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബീച്ച് അത് കാണ്ട ബീച്ച് തന്നെയാണ്. ആൾക്കാർ മുഴുവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് ബീച്ചിലെ സൗന്ദര്യം ആസ്വദിക്കുകയാണ്. അതെ, അവിടെ ആയതോടുകൂടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫാഷൻ സിറ്റിയാണ്. വേൾഡിലെ 4ാമത്തെ ഫാഷൻ സിറ്റി ആയിട്ട് അറിയപ്പെടുന്നതാണ് ബാഴ്സലോണ. 1ാമത് പറയുന്നത് ലണ്ടൻ, പിന്നെ ന്യൂയോർക്ക്, പിന്നെ പാരീസ്, പിന്നെ മിലാൻ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫാഷൻ സിറ്റിയാണ് ബാഴ്സലോണ. മറ്റൊരു കാര്യം ഇവിടുത്തെ ഫുഡ് മെഡിറ്ററേനിയൻ ഫുഡാണ്. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള എല്ലാ മത്സ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൽ വരുന്നത്. അതായത് ഈ കാണുന്ന ഇവിടെ ഇതാ കാണുന്ന ആണ്. ഇവിടുന്ന് ഇപ്പോൾ കാണാൻ ഞാനും സോറി, ഞാനിപ്പോൾ അത് പറഞ്ഞാൽ അത് കാണാൻ പറ്റില്ല. പക്ഷേ ആണ് ആ ഒരു സൈഡ്. നല്ല ഇല്ല ലൈറ്റിനിങ് ഇല്ലേ? ആഘോഷങ്ങൾക്ക് ഏറ്റവും പേരുകേട്ട സ്ഥലമാണ്. പക്ഷേ ആഘോഷങ്ങളെക്കാൾ ഇവരെ എല്ലാവരും എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും സ്പോർട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും ബുൾ ഫൈറ്റിംഗ് നടക്കുന്ന 2 സ്ഥലങ്ങളായിരുന്നു. ഒന്ന് മാഡ്രിഡ്, പിന്നെ ബാർസലോണ. ബാർസലോണയിൽ ഇപ്പോൾ നിയമം മൂലം നിരോധിച്ചിരിക്കുകയാണ്. മാഡ്രിഡിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്നത് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഫുട്ബോളാണ്. ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ ക്ലബ്ബ് FC ബാർസലോണ ക്ലബ്ബാണ്. ആ ക്ലബ്ബിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രശസ്തരായിട്ടുള്ള സ്പാനിഷ് ഫുട്ബോൾ കളിക്കാരുള്ളത്. ഇപ്പം ഇവരുടെ തന്നെ ഒന്ന് ഫേമസ് ആയിട്ടുള്ള ഒന്ന് ബാർസലോണ, റിയൽ മാഡ്രിഡ്.
ഇവരുടെ ഏറ്റവും ഒരു വാശിയിലുള്ള ഒരു മത്സരമാണ് ഈ ബാർസലോണയും റിയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞു. അത് മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റ് മാതിരിയാണ് ഇവിടെ. റിയൽ മാഡ്രിഡും അതുപോലെ തന്നെ ബാർസലോണ ക്ലബ്ബും തമ്മിലുള്ള മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവേശത്തിന്റെ ഉച്ചകോടിയിൽ എത്തിക്കുന്ന ഒരു മത്സരമാണ്. ആ സമയത്ത് ടിക്കറ്റോ അല്ലെങ്കിൽ ഇവിടെ ഒരു ഹോട്ടലോ കിട്ടാൻ ഭയങ്കര പാടാണ്. താല്പര്യമുള്ളവരൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ സമയത്ത് ടിക്കറ്റിന് 2000 രൂപയിൽ കൂടുതലാണ്. 2000 യൂറോ രൂപയല്ല, യൂറോയിൽ. ഈവൻ അത് ടിക്കറ്റ് കിട്ടാൻ വളരെ ഇതാണ്. കൂടുതലും ഇവരൊക്കെ അത് അങ്ങനെ ഒരു ഡിക്ലെയർ ചെയ്തിട്ട് അന്ന് തന്നെ സെക്കൻഡ്സിനുള്ളിൽ തന്നെ അത് സെയിലാവും. അങ്ങനെ ടിക്കറ്റ് കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ FC ബാർസലോണയുടെ സ്റ്റേഡിയം കാണണമെങ്കിൽ തന്നെ ഇപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ വീണ്ടും നാളെ പോവുകയാണ്. കാരണം ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തു, ഓവർ ബുക്ക്ഡാണ്. വെറും സ്റ്റേഡിയം കാണുന്നതിന് വേണ്ടിയിട്ട് അത്രയ്ക്ക് ആവേശത്തോടുകൂടിയാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നവർ അതിനെ കാണുന്നത്. ഇവർക്കൊക്കെ അത് ജന്മന തന്നെ അതുപോലെ അതിസുന്ദരികളായ പെണ്ണുങ്ങളുള്ള നാടാണിത്. ഇത് ഇപ്പൊ സൺസെറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം റിയലായിട്ടുള്ള ഒരിതാണ്. കുറച്ച് നേരം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇച്ചിരി ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടായിരുന്നു. അത് ഇച്ചിരി നേരം കഴിയുമ്പോൾ ആ മലയുടെ അടിയിലേക്ക് താഴത്തേക്ക് ഇറങ്ങി അത് ഇങ്ങനെ ഇതിപ്പോൾ തന്നെ ഇതാവുന്നതാണ്. വലിയ കൂടുതൽ താമസമില്ലാതെ തന്നെ ഇപ്പം സൺ ഇപ്പം കാണാമല്ലോ അല്ലേ. ഇപ്പോൾ ഇവിടുത്തെ സമയം ഏകദേശം 9:20. അതായത് ഗ്രീൻവിച്ച് ടൈമിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ പുറകിലാണ്. വളരെ ലേറ്റായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരുട്ടാവുന്നത്. ഇപ്പോൾ കുറച്ച് നേരം കൊണ്ട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആ കൂടുതൽ ലൈറ്റുകളൊക്കെ തെളിയും. ഇവിടെ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു വരുന്നുള്ളൂ. ഇതാ കാണുന്ന ഇവിടുത്തെ ഒരു മെയിൻ മോട്ടോർ വേ, അത് അവിടുത്തെ ഒരു നിങ്ങൾ കാണുന്ന ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് കാണുന്നത് അത് മോട്ടോർ, അത് ഇവിടുന്ന് കാറുകളൊക്കെ വരുന്ന ഒരു ഇതാണ്. സഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയം എന്ന് പറയുന്നത് സമ്മറാണ്. കാരണം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ സമ്മർ ഡ്രസ്സും ഫാഷൻ ഡ്രസ്സും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി സൗന്ദര്യത്തിനും ഫാഷനും വേണ്ടിയിട്ട് എല്ലാവരും വളരെയധികം ശ്രദ്ധ കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ സമ്മറിൽ വരുമ്പോഴാണ് നമുക്ക് സമ്മർ ഡ്രസ്സ്, സമ്മർ ഫാഷൻ ഇതൊക്കെയുള്ള സമയമാണ്. അപ്പോൾ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സമ്മറിൽ പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഇവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനുള്ള നല്ല സമയം. പക്ഷേ പൊതുവേ ഇവിടുത്തെ ഞങ്ങൾ ഈവൻ ഇന്നിപ്പം ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ കറങ്ങി എല്ലാ സ്ഥലങ്ങളും സ്ട്രീറ്റുകളിൽ കൂടെ ഒക്കെ പോയി. ഇവിടെ ആരും അങ്ങനെ ഒരു ഡ്രസ്സിങ്ങിലൊന്നും ആരും മോശക്കാരായിട്ട് നിൽക്കുന്നില്ല. എല്ലാം ഹൈ സ്റ്റാൻഡേർഡിലുള്ള ഒരു ഇതാണ്. എവിടെ ചെന്നാലും ഡ്രസ്സിങ്ങൊക്കെ വളരെ ഏറ്റവും ലേറ്റസ്റ്റ് ഫാഷനാണ്. ബ്രാൻഡായിട്ടുള്ള സാറ ഇവിടെ നിന്നാണ്. സാറയുടെ കേന്ദ്രം ഇവിടെ. അതുപോലെ തന്നെ മെയിൻ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടല്ലോ ഇവിടുന്ന് തന്നെ. സ്പെയിൻ ഷോപ്പിങ്ങിന് ഏത് ബ്രാൻഡിൻ്റെയും ഷോപ്പിങ്ങിന് ഇവിടെ വരാവുന്നതാണ്. ബാർസലോണ സ്ട്രീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ലക്ഷറി ബ്രാൻഡുകളെല്ലാം നല്ല മിതമായ വിലയ്ക്ക് കിട്ടുന്ന സ്ഥലമാണിത്. എല്ലാവർക്കും ഒരു മീഡിയം ബഡ്ജറ്റിൽ വരാവുന്ന സ്ഥലമാണിത്. ഇത് ഈ പറഞ്ഞ പോലെ വലിയ എക്സ്പെൻസീവ് അല്ല. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവർക്കാണെങ്കിൽ എൻ്റെ നോട്ടത്തിൽ വലിയ എക്സ്പെൻസീവ് ഒന്നല്ല. ഇവിടുത്തെ എല്ലാം ഫുഡാണെങ്കിലും നല്ലത്, നമുക്കിഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ്. യൂറോപ്പ് ഏറ്റവും കുറഞ്ഞു കിട്ടുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് യൂറോപ്യൻ യൂണിയൻ്റെ മണിയായിട്ടുള്ള യൂറോയുടെ റേറ്റും വെച്ചിട്ട് നോക്കിയാണ് നമ്മൾ വരേണ്ടത്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ചെറുതായിട്ടൊരു മഴയുടെ ഒരു ഇത് ഉണ്ടെന്ന് തോന്നുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ വരാമെന്നോട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ സീസണും നോക്കിയിട്ട് വരുമ്പോഴായിരിക്കും നല്ലതായിട്ടിരിക്കുക. നല്ല കുറഞ്ഞ റേറ്റിൽ നമുക്ക് റൂം കിട്ടും. അതുപോലെ തന്നെ കുറഞ്ഞ റേറ്റിലുള്ള എല്ലാ സൗകര്യങ്ങളും, ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റിയ സമയമാണിത്. അതെ, സോറി. ഇപ്പോൾ ഇവിടുന്ന് എനിക്ക് ഇവിടെ ഇതിനോട് ചേർന്നിട്ടുള്ള വാട്ടർ തീം പാർക്ക് കാണിക്കാനുള്ള സൗകര്യമില്ല. കാരണം അത് താഴ്ത്താണ്. ഇതിപ്പോൾ ഇതിന് കൂടുതൽ ദൂരമല്ല, ഒരു 100 മീറ്ററിന് അത്രയാണ് ഇവിടെയുള്ളൂ. ഏറ്റവും നല്ലൊരു ലൊക്കേഷനാണ്. നമുക്ക് കാം ആൻഡ് ക്വയറ്റാണ്, കൂളാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിത്ത് ഫാമിലി ആരായിട്ട് വന്നാലും നമുക്ക് വേറെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ പൊതുവെ എല്ലാം സേഫാണ്. ആരെയും പേടിക്കേണ്ടയോ വേറെ വയലൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ധൈര്യമായിട്ട് വരാം. പിന്നെ ചീപ്പായിട്ട് ഇവിടെയും
ഇതൊക്കെ കിട്ടും. പക്ഷേ നമ്മളിപ്പോൾ ചീപ്പ് അത് പ്രിഫർ ചെയ്യുന്നില്ല. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സേഫ്റ്റി, സെക്യൂരിറ്റി ഇതൊക്കെ നോക്കി നമ്മളിപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ അത് നോക്കുകയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ചിലപ്പോൾ ഇത്തിരി പൈസ കൂടുന്നുണ്ട്, പക്ഷേ സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് വെച്ച് നോക്കുമ്പോൾ അതാണ് പേഴ്സണലി ഞാനത് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ നല്ലൊരു ഹോട്ടലാണ്. ഇതിങ്ങനത്തെ ഇതൊക്കെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമാണ് കിട്ടും. ഇത് ഏകദേശം 18th century ബിൽഡിംഗ് ആണ്. 18th century ബിൽഡിംഗ് ആണ്. അത് ഈ ഹോട്ടൽ ഇപ്പോൾ കാണുന്ന ഈ സെറ്റപ്പിൽ തന്നെയായിരുന്നു ഏകദേശം അന്ന് മുതലേ ഇത് സെറ്റപ്പാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഏകദേശം ഹോട്ടലിൻ്റെ സ്റ്റാൻഡേർഡ്. കാലിഫോർണിയയിലെ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് പുതിയതായിട്ട് വരുന്നൊരുതാണ് എന്താ വെച്ചാൽ ഹോളി ഫാമിലി ചർച്ച്. 1882 പണി തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഇനിയും 20 വർഷവും കൂടി പണിയാണെന്നുള്ള രീതിക്കാണ്. ബില്യൺസ് ചെലവ് ചെയ്ത് പണിയുന്നതാണ്. എല്ലാവരും കാണേണ്ടതാണ്. ഈ ക്ലിപ്പിനോടൊപ്പം അതിൻ്റെ ഫോട്ടോയും കൂടി അയക്കുന്നതായിരിക്കും. ഹോളി ഫാമിലി ചർച്ച് അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കുന്നതായിരിക്കും കൂടുതൽ. കാരണം ഓരോ ദിവസവും അതിൻ്റെ അപ്ഡേറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 3 തലമുറ മുമ്പുള്ള ആൾക്കാർ മുതൽ പണിത് തുടങ്ങിയിട്ട് ഇതേവരെ അത് പണി പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ഈ ഫേമസ് ആയിട്ടുള്ള കത്തീഡ്രൽ ഈവൻ നമുക്കിപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കാണുന്നത് 6 മാസം മുമ്പ് ബുക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അകത്ത് കയറി കാണാനുള്ള ടിക്കറ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഹോളി ഫാമിലി ചർച്ചിലേക്കുള്ള ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരണം. ഞങ്ങൾക്ക് വന്നിട്ട് കിട്ടിയില്ല. പക്ഷേ ഞങ്ങൾക്ക് കാലിഫോർണിയയിൽ ഇവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് അകത്ത് കയറി കാണാൻ കഴിഞ്ഞത്. പക്ഷേ അതിപ്പോൾ അത്ര ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. ബാർസലോണ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ അത് ശരിക്കും ഈ കാത്തഡ്രലിൽ അത് തുടങ്ങിയപ്പോൾ അത് പണിയിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു ഇൻഡിവിജ്വൽ ഒരാളായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പുള്ളി അതായത് ഇതിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത്ര വർഷം മുമ്പ് അതിൻ്റെ വർക്ക് തുടങ്ങിയതാണ്. ഇത്ര 150 ഏകദേശം അറ്റ്ലീസ്റ്റ് 150 വർഷം എന്ന് പറയുമ്പോൾ ഒരു 50 വയസ്സ് വെച്ച് ഓരോരുത്തർ ഇത് ഞാൻ കൂടുതലായിട്ട് പറയണം, നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ അറിയാം. ഇത്ര അതായത് ജനറേഷൻ അതായത് അതായത് ചുമ്മാ ഒരു ആർക്കിടെക്റ്റുകളല്ല അവിടെ വരുന്നത്. 100ഓളം ഏറ്റവും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആർക്കിടെക്റ്റുകളാണ് അതിൻ്റെ ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴും അതിൻ്റെ വർക്ക് ചെയ്തിട്ടില്ല. അവരും പറയണത് എന്തൊരു വേർഡ് പറഞ്ഞല്ലോ, ഈ വർക്ക് തീർക്കാൻ പറ്റില്ലാത്ത രീതിയിൽ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ പണി തീരാത്ത വീടെന്ന് മലയാളത്തിൽ അതെ എന്ന് പറയും പോലെയാണ് അതിൻ്റെ അത്. ഇപ്പോഴും അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അവർ ഇന്ന ഇയറിൽ അവർ തീർക്കുമെന്ന് പറയുന്നത്. അതായത് 2026 അവർ തീർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്വർണം കൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു സ്റ്റാച്യു അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പബ്ലിക്കായിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ അതിശയിച്ചു പോകും, ഇത്രയ്ക്ക് പബ്ലിക്കായിട്ട് 2 ടണ്ണിലുള്ള ജീസസ് ക്രൈസ്റ്റിൻ്റെ സ്റ്റാച്യുവിനെ എങ്ങനെ സംരക്ഷിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ. നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസ്മയിപ്പിക്കുന്ന രീതിക്കുള്ള ഒരു മോണുമെൻ്റാണത്. അത് ഇപ്പോഴും അത് പണി തീർന്നിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മളവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞല്ലോ ഈവൻ 6 മന്ത് മുമ്പ് ബുക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കവിടെ ഇത് കയറാനുള്ള ഒരു അവസരം പോലും കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2016 അതിൻ്റെ എല്ലാ വർക്കുകളും തീർന്നിട്ട് ഇത് കഴിയുന്നുള്ളൂ. അതുപോലും കാത്തു നിൽക്കാതെയാണ് ആളുകൾ അത്രയ്ക്ക് ഇപ്പം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും അതിൻ്റെ ആ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം അത് 2026 അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഏത് രീതിയിലാണ്. ഞങ്ങൾക്കിത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വന്ന് കാണാൻ പറ്റിയത് ഒത്തിരി വലിയൊരു കാര്യമായിട്ട്. ഇവർ കുറച്ച് കണക്ഷൻസൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പോഴാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ മോട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്രൈസ്റ്റ് ഈസ് ദ കിങ് ഓഫ് ജൂയിഷ്. അതാണ് അതിൻ്റെ മോട്ടോ ആയിട്ട് എല്ലായിടത്തും കാണിച്ചിരിക്കുന്നത്. ആ രീതിക്ക് എന്താ വെച്ചാൽ അപ്പോസ്തലന്മാരൊക്കെ എല്ലാ സ്ഥലത്തിലും എല്ലാ രീതിക്കും ഏറ്റവും മോഡേൺ ആയിട്ടുള്ള രീതിക്കുള്ള ആർക്കിടെക്ചറും അതിനെ കണ്ടംപററി ട്രഡീഷണലുമായിട്ട് ചേർത്തുകൊണ്ടുള്ള ഒന്നാണത്. ഈ ലോകത്തിലെ ഇപ്പോൾ നമുക്ക് കാണാവുന്ന അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതമായി മാറും എന്നാണ് ഞങ്ങളെ കൊണ്ടുപോയ ഗൈഡ് ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞത്. അതായത് ജൂയിഷുകാരെ നമ്മൾ കുറച്ചായിട്ട് കാണണ്ട, അവരത്രയ്ക്ക് എല്ലാ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ് അവർ.
Christ is the king of Jews. അതെ, അവർ അത്രയ്ക്ക് വാല്യൂ കൊടുത്തിട്ട് അത്രയ്ക്ക് ഇതായിട്ടാണ് ചെയ്യുന്നത്. ജൂഷുകാരുടെ ഒരു ഇതാണ് ഇപ്പൊ എനിക്ക് തന്നെ അത് ഗവൺമെന്റ് ഏറ്റെടുത്തുന്നല്ലോ. ഉണ്ട്, പൊതുജനങ്ങളുണ്ട്, എല്ലാ ബിസിനസ്സുകാരുണ്ട്, കോർപ്പറേറ്റ്സ് ഉണ്ട്, എല്ലാവരും. അത് ശരിക്കും ഈ 2026 ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന്റെ മൊത്തത്തിൽ ഇവരുടെ ടൂറിസവും അത്രയ്ക്ക് മൊത്തത്തിൽ ഇവിടെ ഒരു മാറ്റം തന്നെ സംഭവിക്കും. അതുപോലെ ആർക്കും വേണമെങ്കിൽ ഇപ്പോഴും സഹായിക്കാം. അവരുടെ വെബ്സൈറ്റ് കഴിഞ്ഞിട്ട് ആരും സഹായിക്കുന്നില്ല, അവർക്ക് എന്താണെന്ന് വെച്ചാൽ യാതൊരു പ്രശ്നമില്ല. അങ്ങനെ രീതിക്കുള്ള വളർത്തിക്കൊണ്ടുവരുന്നതാണ് അത്. ഫേമസ് തിങ് യു നോ ദാറ്റ് ഇറ്റ്സ് എ ഹോളി ഫാമിലി ചർച്ച്. അതാ നമുക്ക് കണ്ടു കഴിയുമ്പോൾ തന്നെ ഈവൻ നമ്മൾ അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ചുമ്മാതെയുള്ളൊരു ഒരിതായിട്ടല്ല വരുന്നത്. അത്രയും സമയമെടുത്ത് അത് ചെയ്യുമ്പോൾ അതിൻ്റേതായ ക്വാളിറ്റിയും ഇതെല്ലാം ചെയ്ത് ഒത്തിരി നല്ല ഒരു ഇതാണ്. ഞങ്ങളിപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്തതിൻ്റെ ആൾക്കാരൊന്നും അല്ല, ജസ്റ്റ് ഞങ്ങൾ കണ്ട ഒരു കാര്യമാണ്. ബാർസലോണയിൽ വരുന്നവർ അത് കണ്ടിരിക്കണം. അതെ, അത് ചിലർക്കൊന്നും അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. പക്ഷേ ഞങ്ങളുടെ ഗൈഡും പിന്നെ ഇവിടുത്തെ കോണ്ടാക്ട്സ് അവരൊക്കെ പറഞ്ഞു ഇതിലൊക്കെ പോയി കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ വെബ്സൈറ്റിലേക്ക് പോയി അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്ന് വെച്ചാൽ പൈസ കൊടുക്കണമെന്നൊന്നുമില്ല. ഞങ്ങളും പൈസ ഒന്നും കൊടുത്തില്ല, ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. പിന്നെ മറ്റൊന്ന്, അത് ചെറിയൊരു കാര്യമല്ല. ഇവിടെ വന്നിട്ട് പോകുന്നതിന് ഒത്തിരി പൈസ ഒന്നും ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 5 day ട്രിപ്പ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡ്ലി യു ഹാവ് ടു സ്പെൻഡ് മേ ബി അറൌണ്ട് €3,000. It's not a big amount, you know that, but the places you are going to visit is, you know that it is amazing. You cannot imagine it. What is, you know, the fantastic, you know, the world of tradition and the contemporary things, you know, that the sports you can see, bullfight you can see, you know, that the traditional churches are there, traditional markets are there, and the food, you know, we cannot explain it. We had a you know, food today in the lunch time, that is the Mediterranean food, which is, you know, that I didn't taste it, you know, but it is amazing. I want to go. I love it. അത് ഫിഷ് ഇവിടെ അടുത്ത് തന്നെ ഫിഷിൻ്റെ ഒക്കെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒത്തിരി നല്ല ഫിഷ് ഐറ്റംസും ഇതൊക്കെ ഇവിടെ കിട്ടും. ഫുഡിൻ്റെ കാര്യത്തിൽ ഇവർ വളരെ ഒത്തിരി നല്ല ഇതാണ്, നമുക്കിഷ്ടപ്പെടും. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നോ എവിടെ നിന്ന് വരുന്നവർക്കാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും. ഇതിപ്പോൾ ഏകദേശം ഈ കാണുന്നത് ബാർസലോണ സിറ്റി തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞുകൂടാ. എന്നാലും ചുമ്മാ ഒന്ന് റൗണ്ട് ചെയ്യുന്നു. സൂര്യനൊക്കെ അസ്തമിച്ചു. ഓക്കെ, വെൽക്കം ടു ബാർസലോണ. വെൽക്കം ടു ബാർസലോണ. അപ്പൊ വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം. ഇസ്മായിൽ റാവുത്തർ ഫ്രം ദുബായ് ആൻഡ് ഷോയി ഫ്രം UK. കയർ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. വെൽക്കം. ഓക്കെ. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും വണക്കം. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്പെയിനിലാണ്. We are talking about more than 2,000 years ago. ഈ സ്റ്റാച്ചുവിന്റെ പേരാണ് കൊളംബസ് സ്റ്റാച്ചു എന്ന് പറയുന്നത്. ഇത് ബാർസലോണ മെയിൻ സിറ്റിയാണിത്. ഇതൊരു ഒത്തിരി പഴയ ഒരു സിറ്റി കൂടിയാണ് ഈ കൊളംബസ്. ഇവിടെ നിന്നും ഇന്ത്യയെ കണ്ടുപിടിക്കാനായിട്ട് പോയി അവസാനം അമേരിക്കയിൽ കണ്ടുപിടിക്കുകയാണുണ്ടായത്. ഈ രാജ്യം ഒത്തിരി സ്പോർട്സ് രാജ്യമായിരുന്നു, പക്ഷേ ഇപ്പോൾ എൻ്റെ എക്കണോമി തകർന്നിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ മെയിൻ സിറ്റിയാണ് റാംബ്ലർ. ഈ സ്ക്വയർ വളരെ 1870-ലുള്ളതാണ്. ഈ ബാർസലോണയിൽ
But Catalonia is ബാർസലോണയ്ക്ക് പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഉണ്ടാവണമെന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഇതുണ്ടായി. അതിൽപ്പെട്ട പൊളിറ്റിക്കൽ പ്രസനേഴ്സ് ഉണ്ട്, അവരെ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ് കാണുന്നത്. അതായത് ഈ ഭാഷ സംസാരിക്കുന്നവർക്ക് രണ്ടും രാജ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ മീഡിയയിലൊക്കെ അതിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഹലോ, ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ആർക്കിട്ടോറിയം കണ്ടു. ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, ഹായ്. ഞാനിപ്പോൾ നിൽക്കുന്ന ബാർസലോണയിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ബാജ്യോ ഹൗസ് എന്ന് പറയും. അതായത് ഇതിനെപ്പറ്റി ഒത്തിരി ഇതിൻ്റെ ഹിസ്റ്ററിയിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ഫ്രണ്ട് ഇവിടെ നിന്നുള്ള പുള്ളി അതിനെപ്പറ്റി കൂടുതൽ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. യു ക്യാൻ സ്റ്റാർട്ട്. Oh, well, the Baggio house is a house from 1906 and it's a representation of a dragon. The balconies are the skull of the dragon, of the virgins that the dragons killed. The first floor is the dragon's mouth. The roof is the skin of the dragon. Actually, you can see it perfectly here. Okay, Gaudí did this house in 1906 again. This is it. Okay, show you from Barcelona. Thank you. ഞാൻ പണിത് കാസ്റ്റൻ വെച്ച. This one, you never drink it alone. Cassis. You drink it with champagne, with beer, in the ice cream. I want you to try. Is there any alcoholic content? Yes. Yeah. You want a little bit? What is the percentage? If there is alcoholic, I want to. You want some? No. What percentage is that? Yes. Let me tell you. 16. 16. Yeah. Where is that from? ഇത് ചക്കറ ഹൗസ് ആണ്. ഇത് my friend he will explain about this. I will do it, but in the front of the cathedral, okay? Not now. Okay? Let me wait for him, because I have to explain to you the first and the other. നിൽക്കുന്ന ബാർസലോണയിൽ ചക്ര ഫാമിലി എന്ന സ്ഥലത്താണ്. ഇത് ഒരു പള്ളിയാണ് ഒരു ഇത് ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. കത്തീഡ്രലാണ്. അത് ഏകദേശം 1884 മുതൽ ഇത് തുടങ്ങിയേക്കുന്നതാണ്. ഏകദേശം നൂറ്റാണ്ടുകളായി ഇത് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പള്ളിയുടെ വേറൊരു സൈഡിലാണ്. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഒത്തിരി നല്ലതാണ്. ഇതിൻ്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പണി ഏകദേശം 2026 കഴിയുന്നത്. അതായത് അവർ പറയുന്നത് ഇമ്പോസിബിൾ പ്രൊജക്റ്റ് എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വലിയൊരു പ്രൊജക്റ്റാണ്. ഇപ്പോഴും അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഉള്ളിലൊക്കെ അത്രയ്ക്ക് നല്ല രസമായിട്ട് ഉള്ള ഇതൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. കാരണം നമുക്ക് അങ്ങനെ നേരിട്ട് പോയി ടിക്കറ്റ് എടുക്കാനുള്ള ഇതില്ല. മിനിമം ഒരു 3 months ബിഫോർ നമ്മൾ ടിക്കറ്റ് ബൈ ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ക്രൗഡാണ് ഇവിടെ. അതായത് ബാർസലോണ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ അല്ല, ഈ ക്രൗഡ് കാണുന്ന എല്ലാ ടൂറിസ്റ്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയൊരു പ്രൊജക്റ്റാണ്. എന്താണെങ്കിലും ഇത് പണിതുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒന്ന് വരാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് 2026 തീരും. ഇത് കഴിയുമ്പോൾ ഏകദേശം പിന്നീട് അതൊരു വലിയൊരു സംഭവമായി ഇപ്പം തന്നെയാണ് അത് ഇതിലും വലിയൊരു സംഭവമായി മാറും ഈ ഇത് പ്രൊജക്റ്റ് കഴിയുമ്പോൾ. എന്താണെങ്കിലും ഞാൻ ഈ ചെറിയൊരു ഇതിലൂടെ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഇതിനെപ്പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് ഗൂഗിൾ ചെയ്തിട്ട് അതിനെപ്പറ്റി കറക്റ്റായിട്ടുള്ള വിവരങ്ങളൊക്കെ അതിന് അറിയാൻ പറ്റും. നിങ്ങൾ അതിൻ്റെ ഹിസ്റ്ററിയും, അതായത് ഇത് തുടങ്ങി വെച്ചത് ഒരു വ്യക്തിയാണ് ഇത് തുടങ്ങി വെച്ചത്.
ആ കാണുന്ന ബിൽഡിങ്ങുകൾ എല്ലാം ഇതിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അതെല്ലാം ഡിമോളിഷ് ചെയ്യും. കാരണം അതാണ് ആ മേളിൽ പ്രൊട്ടസ്റ്റ് അത് ചെയ്തുകൊണ്ട് പലരും അതിനെപ്പറ്റിയുള്ള ഇതൊക്കെ പോസ്റ്ററൊക്കെ അവിടെ ഉണ്ട്. കാരണം ഇത് തുടങ്ങിയപ്പോൾ അവർ വിചാരിച്ചില്ല ഇത്രയും വലിയൊരു പ്രൊജക്റ്റാണ് ഇതിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്താണെങ്കിലും കൂടുതൽ വിവരങ്ങളുമായിട്ട് പിന്നെ കാണാം. അതായത് ആ കാണുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രൊജക്റ്റിൻ്റെ അവിടെയായിട്ട് നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. കുരിശിൻ്റെ മുകളിലായിട്ട് ഒരു കുരിശിൻ്റെ മുകളിലായിട്ട് ഈ കാണുന്ന ഇത് ഒരു ഗോൾഡ് ക്രൈസ്റ്റിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം 2 ടണ്ണാണ് ഗോൾഡ്, പ്യുവർ ഗോൾഡ് ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ കാണുന്ന ഈ ഇതിൻ്റെ പ്രൊജക്റ്റിൻ്റെ വില നമുക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആണ്. അതിപ്പോൾ എനിക്ക് അതിൻ്റെ കണക്ക് പറയാൻ എനിക്ക് അതായത് ലാറ്റിൻ ലാംഗ്വേജിൽ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് കിങ് ഓഫ് ജൂവിഷ് ക്രൈസ്റ്റ് എന്നാണ്. അതായത് ജൂയിഷുകാർ ഒത്തിരി വലിയ ആൾക്കാരൊക്കെയാണ്. അവരൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഫണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗവൺമെൻറ്റും അത് ഏറ്റെടുത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എൻ്റെ കൂട്ടുകാരൻ ഇവിടുത്തെ ലോക്കൽ ആളുണ്ട്, പുള്ളി അതിനെപ്പറ്റി ഒന്നോടെ ഒരു എക്സ്പ്ലനേഷൻ തരും. Well, as you can see right now, the white thing is the ribs of Jesus. Okay, this thing says Jesus Christ, King of Jewish, on the top. Okay. On the top you have 2 tons of gold of Jesus. Okay, this place is from 1882, and actually over this is the Passion of Christ. You have Jesus Christ getting cut, then getting the cross, falling down in the cross, and over there are Jesus Christ being crucified. Also, the columns is the representation of the tendons of Jesus, because according to them, to Gaudi, Jesus Christ was crucified not in the middle of the hand, just a little bit under. This side is from 1975, and it was done by a guy who was called Jose Maria Zubiri. എല്ലാവരും അഭിനയിച്ച നമ്മുടെ ഇവരെല്ലാം ദുബായിൽ നിന്ന് വന്ന ഷെയ്ഖിൻ്റെ ആൾക്കാരാണ്. സാറ മെയിൻ ഷെയ്ഖാണിത്. ഇദ്ദേഹവും ഇതുപോലെ തന്നെ വലിയൊരു പ്രൊജക്റ്റ് ഇങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് വന്നതാണ്. ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ഡിസ്കഷനോട് ഈ ബിൽഡിങ് 1882 മുതൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയതാണ്. ഇതേവരെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റോപ്പ് ചെയ്യുകയോ അതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അക്കോർഡിംഗ് ടു അവർ ഗൈഡ് ഇത് പറയുന്നത് ഇതൊരു ഇമ്പോസിബിൾ പ്രൊജക്റ്റ് ആണെന്നാണ്. പക്ഷെ അവരത് അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ഇത് അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് 2022 അതായത് അറൗണ്ട് 26 അറൗണ്ട് 7 ഇയറിനും കൂടി ഇതിനു വേണ്ടിയിട്ട് എടുക്കും. ഇത് ഒരു ഡ്രാഗൺ ഹൗസും അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. അതിൽ ഓരോരോ ക്രിയേച്ചറിൻ്റെ പടങ്ങളെല്ലാം അതെല്ലാം വാർത്ത വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ആ കൺസ്ട്രക്ഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രയ്ക്ക് വലിയൊരു വൻ പ്രൊജക്റ്റ് തന്നെയാണ്. ഇപ്പോഴും എന്താ അവർ പറഞ്ഞ ശരിയതാ, വീട്ടിലൊക്കെ എല്ലാം ഇങ്ങനെ പണിതുകൊണ്ടേ ഇരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ള ഏകദേശം ഒരു നൂറ്റാണ്ടല്ലോ അതിനേക്കാൾ കൂടുതലായി ഇതിന്റെ വർക്ക് തുടങ്ങിയിട്ട്. അപ്പൊ അത് 150 വർഷം എടുത്താണ് ഈ ഇതിന്റെ കൺസ്ട്രക്ഷൻ തീർക്കാൻ നോക്കുന്നത്. അപ്പോൾ ചെറിയൊരു പ്രൊജക്റ്റ് ഒന്നുമല്ല.
അത്രയ്ക്ക് വലിയൊരു ഇത് ഒരു ആയുസ് കൊണ്ട് ഒരാൾക്കത് തീർക്കാൻ പറ്റുന്ന ഇതല്ല. കാരണം 3-4 തലമുറകൾ കൊണ്ട് മാത്രം തീർക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ്. അണ്ടർ കൺസ്ട്രക്ഷനാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 1882-ലൊക്കെ പണിതതിൻ്റെ ആ ഒരു ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്താണെങ്കിലും ഒത്തിരി മനോഹരമായിട്ടുള്ള ഒരു ഇതാണ്. ഒത്തിരി ടൂറിസ്റ്റുകൾ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വന്ന് ഇത് കാണാനായിട്ട് വരുന്നുണ്ട്. അത്രയ്ക്ക് നല്ലൊരു അട്രാക്ഷനാണ് ഇത്. ബാർസിലോണ നിങ്ങൾക്ക് ഈ ഇതിനെപ്പറ്റി നിങ്ങൾ ഗൂഗിളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ഒത്തിരി കാര്യമായിട്ട് ആധികാരികമായിട്ട് പറയാൻ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഒത്തിരി പറയുന്നത് അതായത് ഹോളി ഫാമിലി എന്ന് ഇംഗ്ലീഷിൽ പറയും. ഫ്രഞ്ചിൽ അതിന് സഖറ ഫെമിലിയ എന്നാണ് പറയുന്നത്. Who started this project? This project was done was done by Mr. Antoni Gaudi, the architect. He did it with his own hands, his people, and his own money. Sagrada Familia is a church who is not done. They will finish it in 2026. Actually, the main entrance is not done. Those buildings have to be destroyed. As you see, people is protesting that. Okay. Because they want to destroy those buildings to build the main entrance, and they will finish Sagrada Familia in 2026. Okay. This is the old side of Sagrada Familia, because Sagrada Familia is divided into the old and the new. Okay? This is what we did. From 1882 till 1926, because he was hit by a train when he died. Hola. Okay. So who is the architect behind this project? He's called Antoni Gaudi. Antoni Gaudi. Antoni Gaudi. He's one of the most important architect for Barcelona. He was killed by a train. Killed by a train. Okay. Why is it called impossible project? Impossible, because the way of architecture is called modernism, and that way of architecture, nothing is the same. If you take a look, nothing is the same. So making this exactly like he did it is impossible. I'm explaining myself. The tallest tower will 172.5 meters, and it's not done. Those towers are 110. What? No, they did that in 1926, and this will be done, finished in 2026. ഓക്കെ നമ്മൾ പണി ഇതിൻ്റെ മേളിലൊക്കെ ഒന്ന് ആൾക്കാർ കൈ കാണിക്കുന്നൊക്കെ കാണാമല്ലോ. അതിലൊക്കെ there is access. Impossible. You need a ticket from 2 months in Lao to get inside. 2 months before. ഓക്കെ. It's simple. You can see എനിക്ക് നിങ്ങളെ ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു തരാൻ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ട്. പക്ഷേ ഇത് ഇവിടെ ടിക്കറ്റ് എടുത്ത് കയറണമെങ്കിൽ തന്നെ 2 മാസം മുമ്പ് നമ്മൾ ബുക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇവിടെ കയറാൻ പറ്റുള്ളൂ. അതായത് ഓൺലൈനിൽ നമുക്കിപ്പോൾ ഒന്നും വാങ്ങാനോ ഇതൊന്നും പറ്റുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം മുമ്പ് ഇവിടെ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്താൽ മാത്രമാണ് കിട്ടുള്ളൂ. അത്രയ്ക്ക് ഇവിടെ ഡിമാൻഡാണ്. ഒത്തിരി നല്ല ഒരു ഇതാണ്. നമുക്കൊക്കെ അങ്ങനെ ഇങ്ങോട്ട് വരുന്നവർക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ചില നേരത്തെ ബുക്ക് ചെയ്ത് ഇതൊക്കെ ഒത്തിരി കാണാനും പഠിക്കാനൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ഇത് പണിതുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഇതൊന്ന് കാണാൻ കഴിഞ്ഞ് തന്നെ വലിയൊരിത്. ഇനിയും അതിൻ്റെ വർക്കുകളും സ്റ്റില് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട് ക്രെയിനൊക്കെ വെച്ച് പല എൻജിനീയർമാരാണ് ഇതിൻ്റെ ഈ വർക്കിൻ്റെ പുറകിലുള്ളത്. പക്ഷേ ആർക്കും ഒരു എൻജിനീയർ ചെയ്യുന്ന വർക്ക് മറ്റേ ആൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. മറ്റൊരു എൻജിനീയറുടെ രീതിയിലാണ് പോകുന്നത്. പിന്നെ ഇത് പറയുന്നത് ഒരു ഇമ്പോസിബിൾ പ്രൊജക്റ്റ് ആണെന്നാണ്. എന്നാലും അവരിത് ഫിനിഷ് ചെയ്യും. 2026 ഫിനിഷ് ചെയ്യുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ഓക്കെ. Oscar. Tea, coffee, water.
what is this street? This street is called Ferran Street from the Roman times, From the First century. First century. first century. So they didn't do any renovation or anything. Just is it everything was as it is. Everything, because in here has been war and earthquakes and burn. This everything was fixed, but the street remains the way from the Roman times. Okay. Okay. And for living in here is really expensive. No, local people cannot live in here. Okay. ഇതാണ് ഈ സ്റ്റേറ്റിന്റെ പാർലമെന്റ്. Political prisoners and exiles. What is that? In here, this is the political situation that is happening now in Spain, Barcelona, and Catalonia. You saw the news, maybe. What is that? A group of people from Barcelona, from Catalonia, wants to be away independence of the country. Separate state country. From the political movements in jail. So the government in here is independentist government. They want these politicians out from the prison, but this is a sensitive. So now this Catalonia wanted to separate from Spain. 50-50. It's a fight. It's a 50-50 fight. People is divided. There is people who wants, and people who doesn't. If you speak in Spanish in the street about that, you will get people will come to you saying, "No, yes, you understand what I'm saying." It's a sensitive topic. It's burning. You know what I'm saying? That's why I can speak to you this in English. Nobody understand. But if you will talk about this in Spanish, I will keep my mouth quiet because people fight about this. That means their majority here it is supporting the Catalonia separation. Exactly. It's supporting being away from Catalonia. Those people who are supporting they are in the prison also. Yeah. They are in prison, no? The leaders of the Catalonian movement. What is the One fellow is run away from here and But that's depending of the side of the board that you are. If you're independent, there are political prisoners. you support Catalonia or you support I am trying to be neutral. Sorry. Can you explain what is that? This bridge is the most important picture that you can take in Barcelona. It's the most famous painting from here from Barcelona.
the Bishop Bridge. Okay, let's go. Painting. I mean, when you come here to Barcelona, yes, at least you have to make a picture of this place. Okay, because this is the most famous thing. This connection. What is special about this bridge? What is the Why is so important? Because you have to do the tradition here, and I have to explain. I want to put myself in the shade, and I want to explain to you everything. Okay, can you Yes, sir. take my ബാഴ്സലോണയുടെ ചരിത്രത്തിൽ ഈ ബ്രിഡ്ജിന് ഒത്തിരി പ്രാധാന്യമുള്ള ഒരു ബ്രിഡ്ജാണ്. അതായത് ഈ ബ്രിഡ്ജിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൊളീഗ് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും. Okay? And you're a lovely family. You have to do what I want to do. If you don't do it, you will get bad luck for the rest of your life. I don't want that. Okay? This bridge is not old. Okay, he's laughing at me. This bridge is from 1928. Okay? Old people tell to the young people that this bridge is a connection between a non-convent with the offices of the priests, you know, and they come and go all the time. But that's not true. Okay, I'm explaining myself. What is it? This one is? പണ്ട് കന്യാസ്ത്രീകളും പ്രീസ്റ്റും തമ്മിലുള്ള കണക്ഷൻ ഉള്ള ബ്രിഡ്ജായിരുന്നു. That's not true. പണ്ട് ഇവിടെ ഫ്രാങ്കോ ഈ പരിപാടി നാട്ടിൽ വരുത്താൻ നോക്കിയതാണ്, പക്ഷെ അത് വലിയ പ്രശ്നമായി മാത്രം. ഇവിടെ നല്ല മനസ്സിൽ പുള്ളി അത് That's what the old people say. But it's not right. This is the government building, and this is the official house of the government. and earlier Which one is the official? This one. This ഇത് This is the government. very earlier this priest they have done the rules and regulations. They have done it. It's true. It's true. I mean, earlier in the before times, priests were the most important person here. It's true. Yeah. Ruling person പറഞ്ഞു. Ruling, yeah, totally. I have to tell you that this bridge is a political bridge. On the roof, there is a red line. You see the red line? Yeah. In every corner, there is a hand like this. You see it? That's the hand of the people. If the people get angry, the bridge will fall. Because it's holding the bridge for the government. You know what I'm saying? But this is a real passage. This is a real passage. 1928 is from the 20th century. But you have to do the same as me. Under the bridge, someone put an skull under the bridge. Yeah, it's kind of scary. Yeah. This skull is looking like this. If you see the skull in the eyes, you will give bad luck for the rest of your life. I don't want that. This is the legend of the bridge. This skull has a knife. If someone dares to take away that knife, Barcelona will be destroyed. So don't do it, please. I live in here. I don't want to die. അതിന്റെ അടിയിൽ സ്കല്ല് The skull, we will see it. സ്കല്ല് Okay? ചൂടൊക്കെ അത് നോക്കി എന്റെ ജീവിതം മൊത്തം ഭരണൊക്കെ അതിൽ നോക്കരുത്. But if you see it in the eyes, and if you see you, okay, the skull is like this. If it's like this, you don't see me. I don't see you. You know what I'm saying? So do the same of me if you want to see it. Okay? If you I don't want to see. Take picture. No, I don't want to take picture of you. No. I'll go and see them. ജീവിതം മൊത്തം നോക്കരുത്. So if your boss doesn't like your boss, take a picture. Hey boss, if you see it, is there? Okay, take my picture. Baba. നാട്ടിലേക്ക് വേണ്ട ബാഗ് പോരേക്കാം. രണ്ടാമത്തേതിൽ നമ്മൾ വണ്ടിയും വിളിച്ചു വന്നു. You saw the scope? You saw the scope? So if I see
back and that's a battle again. Then I don't want to see. Already I don't. Already too much bad luck. ഏത് രാജ്യം I don't want to confuse them. ഏത് രാജ്യത്തുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ ഇച്ചിരി കൂടുതലാന്നേ ഉള്ളൂ. That's like Salma, what song are you here about? Government house. This pineapple, this apple. പശു 1948. How old are you, my friend? How old are you? 55. He's 55. I wasn't alive. He was. 1974, 45 years ago, was the last time that we did the evil hammer here. Yeah? This square is built like this because after what was happening here, someone will come to clean the blood. I'm explaining myself. that therefore is that this Yeah, I will come to clean the blood away, and nothing will remain here. You have you have an original representation there, just there. ഇവിടെ കാണിക്കുന്നുണ്ട് That's an original representation. മനുഷ്യരെ കൊല്ലുന്നത് പണ്ട് കിടക്കുന്ന പണ്ട് ഇവിടെ ആൾക്കാരെ കൊന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ You see the pose, you see the person, you see what I was explaining, no? With, and always, Catholic Church was always in the way. Always. The church people did it. The church people were involved as well. We are in the front of the cathedral. Catholic Church was always ഈ സ്ഥലത്തിന് ഒത്തിരി ചരിത്രമുള്ള ഒരു സ്ഥലമാണ്. അതായത് ഇവിടെ ആൾക്കാരെ കൊന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഈ ഫ്ലോറിൽ ഒക്കെ ഇട്ടാണ് ആൾക്കാരെ കൊന്നുകൊണ്ടിരുന്നത്. അതായത് ഈ ഫ്ലോർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ വെച്ച ആൾക്കാരെ കൊന്നതിന് ശേഷം ഈ രക്തം ഒഴുകിപ്പോകാനുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതായത് അവസാനമായിട്ട് ഇവിടെ ഒരാളെ കൊന്നത് 1974 ആളെ കൊന്നത്. അതിനുശേഷം ആദ്യമായിട്ടാണ് അതുപോലെ ആൾ വരുന്നത്. ഇത് നന്നായിട്ട് വൈകാരിക കാലിയാൽ തറ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇവിടുത്തെ തന്നെ ലോക്കൽ ഒരാൾ in 1974. Last time. So how they banned after that
Is that How no did more? this stop? No more, because in Spain they changed the constitution and they took away the death penalty. Death penalty. In the 74, the constitution was reformed in the 78. In the 74, it was death penalty, and we had a dictator called Franco. People was against Franco. They took a guy, they did it to him. It was legal till the reform of the constitution that they took away the death penalty. Other- What is this one? This, I was telling you, this. This is people with the hand like this. Can you see it? This is people who was killed by evil hammer. What I'm telling you. This is a representation. This is a memorial of the people who died in the independence of Spain in 1809 against Napoleon Bonaparte. Napoleon is from France. He's from France. He came here in 1809 to attack Spain. Actually, and he was here a lot of time. And because that situation, we make this memorial. I explained it myself. Actually, Nacho. Guys, this square for me is kind of weird because they used to kill people here. Can we move? ഈ ഫ്ലോറിന് തന്നെ ഒത്തിരി കഥകൾ പറയാനുണ്ട്. അതായത് ഈ ഫ്ലോറിലിട്ട് ഒത്തിരി പേരെ കൊന്നിരിക്കുന്ന ഒരു ഫ്ലോറാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ കൂടുതൽ നേരം നിൽക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ ഈ ഭാഗത്ത് നിൽക്കുന്നു. That I want to show you. ട്രഡീഷണൽ ആൽക്കഹോൾ എനിക്ക് കിട്ടാറുണ്ട്. നമുക്ക് അത് സൂക്ഷിക്കാനാണ് പറഞ്ഞിട്ട് കുറച്ച് ഉപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തട് പറയുന്നത് ട്രഡീഷണൽ ഇത് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഹലോ ഒല ഒല Yeah, Bush. Trump. Trump. Yeah, well, show you. You know these guys, no? This is Trump, no? Yeah. And this is Merkel. They are love each other. They cook, see? Now Argentinian president went in, that G20 with his wife. This Trump, behind her. Argentinian president wife. This is typical from Catalonia. There are a lot. I have Darth Vader myself. Okay, there are a lot. This is called caganer, who means the guy who is pooping. Why? Why? Because you can be Merkel, you can be Trump, and I can be a tour guide, but you and I, we are the same. All of us are the same. Explaining myself. Where is Narendra Modi? Modi is there? Indian Prime Minister. I don't think so. Guys, this is a beautiful place. Take a look, and I want to try that. Okay? The girls can taste the sweets if they want. Okay? Sweets are very beautiful. Right on the അയ്യോ അവിടെ ഇട്ടായിരുന്നു. Fia, ratafia is a Latin word who means cheers. അകത്ത് പോയി നോക്കണേ. Okay. അഞ്ചിനെ തൂർക്ക് കേട്ടാ. It's nuts with herbs. So I want you to try, okay? Please. What I'm saying? This is a military experiment between three forces. This one a military experiment between three forces on those times. Listen to these names: Francisco Franco, Spain; Benito Mussolini, Italy; Adolf Hitler, Germany. You know what happened here? This is a bombing with planes. What happening here is the civil war of Spain was from the 36 to the 39. Horrible civil war.
two fronts in the Civil War. The Franco side, the dictator, was called the Nationalist. The other side, the side against the Catholic Church, was called the Republicans. In the 38, the city was under the war. 1930 and 1930, Second World War. Before World War. Spain was a field for testing new weapons because the Civil War from Spain was from the 36 to the 39 and the World War II started in September 1st of the 39. Civil War of Spain was done. People was fighting here and document says that the headquarters of the Republican people was inside this church. Franco, the dictator that we had here for 40 years, he said Franco was Republican. but nationalist. Nationalist. Yeah. Franco says we need to attack these people, but we don't have the forces. You know who has forces? Germany. In the 38, Germany was making a new bomb. Germany was making a bomb. That kind of bomb that when it touches the ground, it doesn't destroy buildings. It sends like particles. We want to do that, but Germany cannot send planes to Spain. How we do it? Germany sent the bombs by train through Switzerland, and from Switzerland Mussolini got it, and he charged his planes with the Germans' bombs. The only thing that Spain did was making clear Mallorca, an island here in Spain. And from Italy, the planes resting Mallorca, and from Mallorca they came to all Spain. In the January 30 of the 38, at 9 in the morning, Italian planes came here with German bombs and they dropped the bombs. People didn't know what was happening. People was coming outside. People was getting killed. You know why this square is so important? Because this was a horrible mistake. Here died 42 persons. But this was not a headquarters or something. This place. How is the name of that house where the kids without parents are living? You know what I'm saying? Orphans. Orphans. These people. ഇതിനകത്ത് തൊട്ട് കഴിഞ്ഞാൽ ഭാഗ്യം വരുമെന്ന് അത് പോന്ന് തൊട്ടു. ഇനി എൻ്റെ ഭാഗ്യം നോക്കട്ടെ. The School of Lawyers. സ്കൂൾ ഓഫ് ലോയേഴ്സ്. മേളിലേക്കൊക്കെ വളരെ രസമാണ് ഇതിൻ്റെ. ഹലോ, ഹായ്. ഇതാണ് ചർച്ച് ഓഫ് ബാർസിലോണ. ഒത്തിരി ചരിത്രം ഉള്ളൊരു പള്ളിയാണ്. So, is there any history behind this church? This church is from the 13th century. It took 600 years to get built. Okay, they finished it in 1888. Okay, In 1888. it's a neo-Gothic style. It's that church who is called Cathedral of Barcelona, and Vatican City doesn't like it. ഭയങ്കര ഫേമസ് ആയത് Vatican City, they don't like it. Yeah, Maybe it is going to be a bigger one. no, because the saint of this cathedral is no official according Vatican City. Okay. Because the saint of this cathedral is a 13 years old girl who is called Saint Eulalia. Okay, girl, that's what. Yeah, Okay. because it's a 13 years old girl who was Saint Eulalia, and she was tortured a lot. And the people from here, because she was tortured a lot, they make her a saint. Okay. What is her background then? Excuse me? What is that 13-year-old girl background? She was How come she become a church leader? because she came to the Roman city to say to the Roman rulers that they were pagans because she was following the Jesus Christ words. And if you do that in the 3rd century, that was like a crime for them. So they said to her, if you want to follow Jesus Christ's words, we will punish you. 13 punishment. So how does it end up with? How does it end? Yeah. She was crucified in X
Okay, and she died in the front of the old people. And the miracle was that when she died, from the sky came a white light, and from her body appeared a white pigeon. That's what happened. Hola. അതായത് ഈ പള്ളിയിലെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അതായത് ഓരോ ശിഷ്യന്മാരുടെയും കാണാം. 4 ശിഷ്യന്മാർ, യേശു ക്രിസ്തു, 4 ശിഷ്യന്മാർ. ഈ ക്രിസ്തുവിനെ ക്രൂശിലേറ്റതിന് ശേഷമല്ലേ ഈ ചർച്ച് ഒത്തിരി ഫേമസ് ആണ്. അതായത് കുരിശില്ലല്ലോ, ഈ പിന്നെ ക്രിസ്തുവിന്റെ കുരിശ് വന്നിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ അതിൻ്റെ അടിയിലിരിക്കുന്ന എന്നാന്നുണ്ടോ? Holding sword, yeah. holding a stick. And another one. And ഈ പള്ളി നയിച്ചുകൊണ്ടിരുന്നത് ഒരു 13 വയസ്സായ, how old she was? 13 years, yeah? 13 years. പക്ഷേ അത് ഇവിടുത്തേക്ക് For me to explain. If they got me, I can have a problem. English. Yeah, first time. Audio. Sorry. So we'll get the audio. It's free or chargeable? For you. Okay. Audio or no? ഗോൾഡ്. Is it made of gold? Looks like Andes. അതെന്ന് ഇത് പിക്കാസോ വരച്ച പടമാണ്. ഈ സിറ്റി, what is the name? That's the School of Architects over there. School of Architects. And in that you have a 1955 Picasso's work. Okay, it's really cool because it's different Catalan traditions and Spanish traditions. Okay, so Palm Sunday, the kings, the people getting together is really, really beautiful. What is that? Look at this picture. This is the old Barcelona. Barcelona for the 1st century, but was a city inside a wall. The only walls that we have right now is this and a little bit of this. How you know? Because this is the aqueduct, that thing. So we are here, okay? And we have been walking inside this area because this is the place, the city hall. No, this is the city hall. Remember? City hall, yeah. The government. We were there. We have been walking around this area inside the old city from the 1st century. 10th century ഉണ്ടാക്കിയതാണ്. So I'm waiting for your father, and then let's go to the car to have something. That is the father. ഇപ്പം നിങ്ങൾക്ക് ബാർസലോണയിലെ ഒരു സീ സൈഡാണ്. ഇവിടുന്ന് നിങ്ങൾക്ക് ബോട്ട് സർവീസും അങ്ങനെയുള്ള ഇതൊക്കെയുണ്ട്. നല്ല ഈ കാണുന്ന എല്ലാം നല്ല റെസ്റ്റോറൻറ്റുകളാണ്. നമ്മളിപ്പോൾ ലാ ബാഗ്ര, നല്ല ഇവിടുത്തെ ബാർസലോണിയൻ ഫുഡൊക്കെ കിട്ടും. Okay, and now we're getting inside Gracia neighborhood, an important neighborhood with all the Gaudi's works. You will have to take a look where I tell you, okay? The first building, the first important building, please, to your left, you will see it, okay? You will see it soon. That one with a big tower over there. The angel. By the way, this is the rich part of the city. This is where Chanel, Gucci, Calvin Klein. All luxury brands. Rolex. Yeah, all the big brands, okay?
Sara brand is from Barcelona. From Spain. Yeah, from Spain. Where it is? I think it's Madrid. I'm not sure. Guys, to the right now we're going to get it inside. In this street, all these buildings, you will have it to your left. Okay, so be looking. Please, to your left. Take a look on all these buildings. That one, the first one. I'm at your house, to the left, guys. And Baggio house. Those are famous houses here in Barcelona. From 1900s, okay? 1900? Yeah, the last one, 1906. Oh, 1906. Yeah, that's the Baggio house. Gaudí did that house, guys. And that house is a dragon. The balcony is the representation of the skulls of the dead virgins that the dragon killed. And the first floor is a dragon's mouth. Remember the legend that I told you about the Saint George killing the dragon? The roof, the chimney is the sword of Saint George. Oh, that's a big one. Very big one. Just take one from there. I'm trying to. The chimney is the sword of Saint George. The roof is the dragon's king. And the balconies is the skull of the dead virgins that the dragon killed. Just go around then. ¿Puedes dar la vuelta otra vez? ¿Puedes dar la vuelta otra vez? Sí, claro. Tengo bueno, sí. Lo siguiente. We will go around again, okay? ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബാർസലോണയിലെ മെയിൻ സിറ്റിയായ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റായ ഗ്രാസിയ ഡെ ഗാജിയ ഗ്രാസിയയും അത് തന്നെ അതൊക്കെ തന്നെ. അപ്പോൾ ഇനി you can carry on, please. Okay, I will. Venir aquí otra vez y ver vuelo subir y ver la pedrera. Dale, mientras no te... puedes hacer esto. Guys, we'll be really closer. So now you have to take a look to your right, please. Yeah, you carry on taking the video. Yeah? I'm taking the video. I'm taking the video. No sabía que podías hacer esto. Sí, sí, sí. Claro, eres taxi, puedes hacerlo. ¿No te dicen no? No, se puede pasar por el se puede. Can you just stop it here 1 minute? ¿Puedes parar un segundo? Sí, ya lo miro. Sí, He will look for a place to stop. Yes. It's because you told me you wanted to be in the car. Photo outside, that's right. Yeah. ¿Podrías dejarnos en algún sitio para llegar? Dejo enfrente, justamente enfrente. ¿Y luego que das una vuelta o qué? A lo mejor hay un sitio para cargar. Avísame, ¿sí? Para descarga, si no quedas ahí, yo doy la vuelta, quedo en otro lado. Vale, y yo voy hacia allí. Sí. Como dijeron que no querían caminar. Sí, igualmente luego tenemos que subir, me quedo en otro lado. Que no hay sitio para poner. So we are here again. ആൾക്കാരെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം. ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന ബാർസലോണയിലാണ്. ഇത് ചെറുതായിട്ട് നമ്മുടെ നമുക്ക് വേണ്ട ഭക്ഷണങ്ങളെ പറ്റിയുള്ള ഒരു ഇതിന് മുമ്പ് നമ്മുടെ ഇവിടെയുള്ള ഒരാൾ തന്നെ പറഞ്ഞു. മറ്റൊന്നല്ല, സ്പെയിനിലുണ്ടാക്കുന്ന ഒരു മെയിൻ പ്രൊഡക്ഷൻ ഈ ഒലിവ് ഒത്തിരി നല്ലതാണ്. അതായത് അതിനെപ്പറ്റി പറഞ്ഞ എൻ്റെ ഫ്രണ്ട് സ്പെയിനാണ് ഏറ്റവും കൂടുതൽ ഒലിവ് ഓയിൽ ലോകത്തെമ്പാടും ഏറ്റവും നല്ല ക്വാളിറ്റി ഒലിവ് ഓയിൽ കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ ബാർസലോണയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ അവർ നമുക്ക് വേണ്ടിയിട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ ഏറ്റവും നല്ലൊരു ഒലിവ് ഓയിലും ചേർത്തിട്ട് കഴിക്കുന്ന ഫുഡുണ്ട്. അത് ബ്രെഡാണ്. ബ്രെഡ് പല രീതിയിലുള്ള ബ്രെഡുകൾ ഇവിടെ തരും. അതെല്ലാം നമുക്ക് തന്നെ എന്താ നന്നായിട്ട് ടേസ്റ്റ് ചെയ്യാവുന്ന സാധനങ്ങളാണ്. ഒലിവ് ഓയിലും ബ്രെഡും ചേർത്ത് നിങ്ങൾ മറക്കരുത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിക്കണം. എൻ്റെ കൂടെ ഇപ്പോൾ ചെറുതായിട്ട് വൈനൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വൈൻ നല്ലൊരു അപ്പിറ്റൈസറാണ്, അതുകൊണ്ട് മാത്രമേ ഞാനിപ്പോൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ നോക്കുന്നു. പക്ഷേ ഇവിടുത്തെ ഒലിവ് ഓയിൽ എന്ന് പറഞ്ഞാൽ, അതായത് ഈ കൊളസ്ട്രോളിൽ
അതായത് ഇപ്പോൾ പലരും പറയും എനിക്ക് കൊളസ്ട്രോളിൻ്റെ ഇതാണ്. അതായത് നല്ല കൊളസ്ട്രോളും ഉണ്ട്, മോശം കൊളസ്ട്രോളും ഉണ്ട്. ഈ ഒലിവ് ഓയിലിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ നല്ല കൊളസ്ട്രോളിനെ അത് മാത്രമല്ല അതൊരിക്കലും നമ്മുടെ ഒലിവ് ഓയിൽ ഒരിക്കലും ഒരു ക്ലൈമറ്റ് ചേഞ്ച് അനുസരിച്ചിട്ട് കട്ടയാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് എപ്പോഴും കഴിക്കാൻ പറ്റുന്നതാണ്. അത് കുറച്ച് എക്സ്പെൻസീവാണ്, എന്നാൽ തന്നെയും നമ്മുടെ ഫുഡിന് ഏറ്റവും ചേർത്ത് കഴിക്കാവുന്ന ഓയിലാണ്. കൊളസ്ട്രോളൊന്നും ഇല്ലാത്തൊരു രീതിക്കുള്ള ഓയിലാണ് നമ്മുടെ ഒലിവ് ഓയിൽ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കോക്കനട്ട് ഓയിൽ എൻ്റെ നാട്ടിൽ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ വെർജിൻ ഓയിൽ എന്നൊക്കെ പറയാം. അതായത് നല്ല പ്യുവർ ഓയിൽ തന്നെ നമുക്കറിയാലോ, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നമ്മളറിയുന്ന മില്ലിലൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന കോക്കനട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഈവൻ ഇപ്പോൾ നമ്മളിപ്പോൾ UK അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈവൻ എനിക്കറിയാം ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മളത് ഭയങ്കരമായിട്ട് അതിൻ്റെ കട്ടിയാവും. പക്ഷേ ഈ ഒലിവ് ഓയിലിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും കട്ടിയാവുന്നില്ല. അത് ഒത്തിരി നമുക്കിടെ ഹെൽത്തി ആണെന്നാണ് ഇത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ പൊതുവേ ഇവിടുത്തെ ഈ പന്നി ഇവിടുത്തെ ഇതിനേക്കാൾ കൂടുതൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യണേ ഈ കാട്ടുപന്നി ഒലിവ് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഖുറാനും ബൈബിളും ഒക്കെ വായിച്ചവർക്കൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നോഹയുടെ പെട്ടകത്തിൽ ഭയങ്കര പ്രളയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ലോകത്തുള്ള ജീവജാലങ്ങൾ മുഴുവൻ കയറ്റിക്കഴിഞ്ഞിട്ട് പ്രളയം അതിൻ്റെ ഏറ്റവും പാരമ്പര്യത്തിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒലിവിൻ്റെ ഇലകൾ ശിഖരങ്ങളാണെന്ന് നമ്മുടെ പ്രാവ് പോയിട്ട് കണ്ടുപിടിച്ച് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നത്. അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ആത്മീയതയും കൂടി അതാണ് ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രദേശങ്ങളിലാണ്, അതായത് മെഡിറ്ററേനിയൻ പ്രദേശം അതുപോലെ തന്നെ പേർഷ്യ എന്നുള്ള രാജ്യങ്ങളിലാണ് ഒലിവ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓയിൽ എന്നുള്ള രീതിക്കാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. അപ്പോൾ ഒലിവ് ഓയിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ എല്ലാവർക്കും ഈ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളിൽ ഒലിവ് ഓയിൽ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഓയിൽ നല്ലത് തന്നെ, പക്ഷേ അത് ഉപയോഗിക്കേണ്ട സമയങ്ങളുണ്ട്. സമ്മർ സമയത്താണെങ്കിൽ നമുക്ക് അതിൻ്റെ കുഴപ്പമില്ല. വിൻ്റർ ടൈമിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നമുക്ക് നല്ലതെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ഒരു പ്രാധാന്യം ഉള്ളൊരു സംഗതി. നമുക്കിപ്പോൾ ഒലിവ് ഓയിൽ ഇപ്പോൾ അങ്ങനെ കൂടുതൽ ഒത്തിരി ഉപയോഗിക്കണമെന്നില്ല. അത് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മിക്കപ്പോഴും സലാഡിൽ ചേർക്കും. ഒരു 3-4 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കും. അങ്ങനെ കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കൂടുതലായിട്ട് അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ ഒലിവ് ഓയിലും അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ പുതിയൊരു അഡ്വൈസ് ഞാൻ തരാം. നമുക്ക് അറിയാൻ പാടില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാൻ മറ്റൊന്ന് ഒരു പുതിയ അറിവ് ഒത്തിരി നല്ലതായിട്ട് ഒന്ന് അറിഞ്ഞതും പലരും പരീക്ഷിച്ചായിട്ട് ഞാൻ അറിഞ്ഞത് മറ്റൊന്നാണ്. ഞങ്ങൾ ഈ ഒലിവ് ഓയിലിൻ്റെയോ ഇതിൻ്റെയോ പ്രൊമോട്ടേഴ്സ് അല്ല, പക്ഷേ ഞാൻ പറയാം മറ്റൊന്ന് എല്ലാ കാര്യത്തിലും നമ്മളെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുഭവങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഈ അനുഭവങ്ങളൊക്കെ നിങ്ങൾ പരീക്ഷിക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതിനകത്ത് ഉപദേശങ്ങളും കാര്യങ്ങളതിനേക്കാൾ ഉപരിയായിട്ട് അറിഞ്ഞ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നൊരു അനുഭവത്തിൻ്റേതായിട്ടൊരു പ്രത്യേകത. അപ്പോൾ അറിയുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറഞ്ഞ പോലെ ഇസ്മായിൽ ദുബായിൽ നല്ല രീതിയിൽ വേറെ ഗാർമെൻറ്റ്സിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. പുള്ളിക്കിപ്പോൾ ഒലിവിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഈ കാണുന്ന നമ്മുടെ ജോസേട്ടൻ, പുള്ളി ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്ന അവിടുത്തെ ജർമ്മൻ ഇതാണ്. ഏകദേശം 30-40 വർഷമായിട്ട് അവിടെ ചെയ്യുന്നതാണ്. അവിടുത്തെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ നേതാവുകൾ കൂടിയാണ് ആൾ. ഇപ്പം ഈ ആൾ ഇപ്പം ഞങ്ങൾക്ക് ഈ പറയുന്ന 3 ആൾക്കും എനിക്കും ഇല്ല കേട്ടോ, ഒലിവ് തോട്ടമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ അത് ഉപകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ്. അതായത് ഈ ഒലിവ് ഓയിൽ പോലെ തന്നെ മറ്റൊരു ഇത് ഞാൻ കണ്ടിരിക്കുന്നത് മറ്റൊന്നാണ്. നമുക്ക്
ഓർഡർ ചെയ്യാം. അതായത് ഈ ഇപ്പോഴത്തെ നമ്മുടെ ഈ പുതിയ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഓർഡർ ചെയ്യാവുന്ന ഒരു ഇതാണ് ആപ്പിൾ സൈഡർ. അത് ഒത്തിരി നമ്മുടെ ഈ കൊളസ്ട്രോൾ ഉള്ളവർക്കും അതുപോലെ ബ്ലഡ് പ്രഷർ കൂടുതലുള്ളവർക്കും അങ്ങനെ എല്ലാത്തിനും. ഇതൊന്നും ഞങ്ങൾക്ക് ഒലിവ് ഓയിലിൻ്റെ തോട്ടം എനിക്കില്ല. എൻ്റെ വീട്ടിൽ കുറച്ച് തേങ്ങയും കപ്പയൊക്കെ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ ഒന്നും പ്രൊമോട്ടേഴ്സ് അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന ഒരു ചെറിയ 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ മാത്രം ഉപയോഗിക്കാം. അത് ആപ്പിൾ സൈഡർ നിങ്ങൾ ഓൺലൈനിൽ ആമസോണിൽ അത് നിങ്ങൾക്ക് കിട്ടും. എനിക്ക് അതിൻ്റെ കമ്മീഷനൊന്നും കിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാം. അത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ മദർ എന്നുള്ള ഒരു ഇതുണ്ട്. അതാണ് ആമസോണിൽ ഈ ആപ്പിൾ സൈഡറിൻ്റെ ഏറ്റവും നല്ലൊരു മദർ എന്ന് പറഞ്ഞാൽ. വേറെ ചീപ്പ് ക്വാളിറ്റീസ് ഒത്തിരി ഉണ്ട്. ഈവൻ ഇപ്പോൾ UK പറയുകയാണെങ്കിൽ ഞങ്ങൾ അൽദി നോക്കുകയാണെങ്കിൽ നിങ്ങൾ അൽദി നോക്കുകയാണെങ്കിൽ 1.5 ആ ഇതിൽ കിട്ടും. ടെസ്കോ, അസ്ദ അവിടെയൊക്കെ കിട്ടും കേട്ടോ. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒരു റെക്കമെൻഡേഷൻ മാത്രമാണ്. നമ്മളിപ്പോൾ ഇതൊക്കെ നമ്മൾ പൈസ ഉണ്ടാക്കുന്നതിനൊക്കെ കൂടി ഉപരിയായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. അത് പിന്നീട് നമുക്കത് ഗുണം ചെയ്യും. നമ്മളിപ്പോൾ വേറെ പലരും അവിടെ 50 പൈസയ്ക്ക് കിട്ടും, അത് നമ്മൾ നോക്കരുത്. നമ്മൾ എനിക്കറിയാം, ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ അത്രയ്ക്ക് നന്നായിട്ട് അധ്വാനിക്കുന്നവരാണ്. നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് നോക്കിയില്ലെങ്കിൽ പിന്നെ മറ്റാരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ വേറെ 1-2 ചെറിയ കാര്യങ്ങൾ കൂടി എൻ്റെ ഫ്രണ്ട്സിനോട് പറയാം. ഒലിവിൻ ഓയിലിനെ പറ്റി പറയുമ്പോൾ ഹാഡയിൽ ഏറ്റവും കൂടുതൽ റിവ്യൂയിങ് ചെയ്യുന്ന കൂട്ടുന്ന ഒരു ഓയിലാണ്. അതുപോലെ ഹാഡയിലുണ്ട് LDL. ഹാഡയിൽ നല്ല കൊളസ്ട്രോളിനും LDL ചീത്ത കൊളസ്ട്രോളിനുമാണ്. LDL and HDL കൂട്ടുന്ന ഒരു ഓയിലാണ്. അത് ഏറ്റവും കുറച്ച് ഫാറ്റുള്ള ഒരു ഓയിലാണ് ഒലിവൻ ഓയിൽ. അതുകൊണ്ട് മെഡിറ്ററേനിയൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആരോഗ്യമുള്ള ഒരു ഫുഡാണ് മെഡിറ്ററേനിയൻ ഫുഡ്. എന്താണെന്ന് വെച്ചാൽ ഫിഷ്, ഒലിവൻ ഓയിൽ, ഓൾ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ്, പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ്. ഹെൽത്തി 1-2 ഡയറ്റ് പറഞ്ഞത് ജസ്റ്റ് ഹെൽത്തി 1-2 ഡയറ്റ് പറഞ്ഞോളൂ. ഡയറ്റ് ജർമ്മനോ അല്ലെങ്കിൽ നമുക്ക് കോമൺ ആണ്. ഒലിവ് ഓയിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഓയിലാണ്. അത് പറഞ്ഞാൽ മെയിൻ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൊളസ്ട്രോളിൻ കുറഞ്ഞിട്ടുള്ള ഒരു കൊളസ്ട്രിൻ എന്ന വേർഡ് തന്നെ ജർമ്മൻ വേർഡാണ്. വേറെ ഒന്നും ആരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഈ ജോസേട്ടൻ ഫ്രം ജർമ്മനിയാണ്. കൊളസ്ട്രിൻ എന്നുള്ള വേർഡ്, അതായത് കൊളസ്ട്രോൾ എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് ഒരു കോമൺ ജസ്റ്റ് ഞാൻ പറഞ്ഞുള്ളൂ. കൊളസ്ട്രിൻ ജർമ്മനി സ്പെയിനിൽ സംസാരിക്കുന്ന മെയിൻ ഭാഷകളാണ് എന്നാന്ന് വെച്ചാൽ ഒരു ഭാഷ എന്ന് വെച്ചാൽ കട്ടലീന ഇവിടെ, അതുപോലെ തന്നെ സ്പാനിഷ് ഭാഷ, അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ജർമ്മൻ ഭാഷയാണ്. അപ്പോൾ ഇവിടെ ജർമ്മൻ ഭാഷയ്ക്ക് എന്താണെന്ന് വെച്ചാൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഒക്കെയാണ് എല്ലാവരും സംസാരിക്കും. പക്ഷേ കട്ടലീന ഭാഷയാണ് ഇപ്പോൾ ബാർസലോണയിൽ സംസാരിക്കുക. കട്ടലീന ഭാഷ നമ്മളാരും കേട്ടിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ലൊരു ഭാഷയാണ്, നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നതാണ്, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ചും മലയാളം സംസാരിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ് കട്ടലീന ഭാഷ. അത് നന്നായിരിക്കും. വെറുതെ നമ്മളത് പഠിക്കുന്നത്, ഒരു ഭാഷ കൂടുതൽ പഠിക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലതായിരിക്കും. അത് സ്പാനിഷ് ഭാഷയും അതുപോലെ തന്നെയാണ്. സ്പാനിഷ് ഭാഷ എന്താ വെച്ചാൽ ലോകത്തിൽ നല്ലൊരു ശതമാനം ആൾക്കാർ സംസാരിക്കുന്നതാണ്. ലാറ്റിൻ അമേരിക്ക, അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ രാജ്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഭാഷ. അപ്പോൾ നമുക്ക് ഭാഷയും കൂടി നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സംഗതികളാണ് എന്നുള്ളത്. ഞങ്ങളിപ്പോൾ മറ്റേ ഈ ഇതിൻ്റെ ഒന്നും പ്രൊമോട്ടേഴ്സ് ഇതൊന്നുമല്ല. ഈ ജോസേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിലെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത്, ഹോസ്പിറ്റലിൽ നിന്നല്ല അവിടുത്തെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ്റെ സെക്രട്ടറി ആയിട്ടാണ്. നമുക്കറിയാം, നമ്മളെ പോലെയുള്ള ഇപ്പം നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ ഒരു മലയാളി ചെന്നെത്താവുന്ന സ്ഥലത്ത് ഏറ്റവും വലിയ ടോപ്പ് പൊസിഷൻ 3000 നഴ്സുമാർ വർക്ക് ചെയ്യുന്ന ജർമ്മൻ ഹോസ്പിറ്റൽ ഡസൽഡോഫിൽ
അതിൻ്റെ അവിടുത്തെ യൂണിയൻ റെപ്രസെന്റേറ്റീവ് യൂണിയൻ അല്ല, അവിടെ യൂണിയൻ ഇല്ല. അവിടെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജോലിക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റും അതുപോലെ തന്നെ ആശുപത്രിയും എല്ലാവരും കൂടി ചേർന്നിട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഈ സംവിധാനം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും യോജിച്ചുകൊണ്ട് പോകാൻ, എല്ലാവർക്കും നല്ലത് കൊണ്ടുവരിക എന്നുള്ള രീതിക്കാണ്. നമ്മുടെ നാട്ടിലുമായിട്ടുള്ള ട്രേഡ് യൂണിയൻ എന്നുള്ള രീതിക്കൊന്നും ജർമ്മനിയില്ല. ജർമ്മനി എപ്പോഴും ജനങ്ങളുടെ കൂട്ടത്തിലാണ്, തൊഴിലാളികളുടെ കൂട്ടത്തിലാണ്, ജോലിക്കാരുടെ കൂട്ടത്തിലാണ്, ഗവൺമെൻറ് കൂട്ടത്തിലാണ്. ആ രീതിക്കാണ് വർക്ക് ചെയ്യുന്നത്. ആരോടും പ്രത്യേകിച്ച് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മമതയോ അല്ലെങ്കിൽ ആരോടും പ്രത്യേകിച്ച് ശത്രുതയില്ല. അപ്പോൾ ആ രീതിക്ക് 3000-ഓളം വരുന്ന മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എല്ലാവിധ സംവിധാനങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന രീതിക്ക് ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന രീതിക്ക് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസേട്ടനെ അന്നും നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റും. ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോയ്സാറായിട്ട് ബന്ധപ്പെട്ടാൽ മതി. എല്ലാ അറിവും അതിനനുസരിച്ച് ഇൻഫർമേഷൻസ് കാര്യങ്ങൾ തരുന്നത്. ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഞങ്ങളിപ്പോൾ ഒലിവ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ മറ്റുള്ളൊരു ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല. നിങ്ങളുടെ ഹെൽത്ത് ഏറ്റവും നന്നായിട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ഉപദേശം നല്ലതാണെങ്കിൽ മാത്രം എടുത്താൽ മതി. ഞങ്ങൾക്ക് ഈ പറയുന്ന ഒരു കമ്പനിക്കാരോ മറ്റാരും ഞങ്ങൾക്ക് ഇതിൻ്റെ കമ്മീഷനോ ഇതൊന്നും തരുന്നതല്ല. ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് നോക്കാം, നല്ലതാണെങ്കിൽ മാത്രം ചെയ്തേച്ചാൽ മതി. മറ്റൊന്ന് ആപ്പിൾ സൈഡർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് എംറ്റി സ്റ്റൊമക്കിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര നല്ലതല്ല എന്ന് ഞാൻ അറിഞ്ഞു. അത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് അത് സ്ട്രോ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം സ്ട്രോ ഉപയോഗിച്ച് ഒരു 2 ടീസ്പൂൺ, ഏറ്റവും നല്ല ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പിൾ സൈഡർ മദർ എന്നുള്ള ഒരു ഇതുണ്ട്. ഞാൻ സാധാരണ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ള ഒരു ഹൈ ക്വാളിറ്റി ഒരു കമ്പനിയാണ് ഹോളൻ ആൻഡ് ബാരറ്റ്. ഞാനിപ്പോൾ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ഞാൻ അത് ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ വേറെ പല ട്രേഡ് മാർക്കുകളുള്ളവരുണ്ട്. ഇവരിൽ നിന്നൊന്നും ഞങ്ങൾക്ക് കമ്മീഷനോ ഇതൊന്നും അല്ലായിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. അത് ഒരു 2 ടീസ്പൂൺ ദിവസം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊളസ്ട്രോള്, ബ്ലഡ് പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി, ഷുഗർ ഉള്ളവർക്ക് ഒത്തിരി നല്ലതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. നിങ്ങളാരും ഫോഴ്സ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ഒരു ജസ്റ്റ് നിങ്ങളുടെ റെക്കമെൻഡേഷനോ എന്തെങ്കിലും പറഞ്ഞാൽ നന്നായിരിക്കും. ഇല്ലേലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ആരെങ്കിലും പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഗുണമൊന്നും കിട്ടുന്നില്ല. നിങ്ങൾ നോക്കിയിട്ട് നല്ലതാണെങ്കിൽ മാത്രം നിങ്ങൾ പറയുക. അപ്പം ഇനി കാണുന്നവരേക്കും ഇത് ഞങ്ങൾ ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് അല്ല, വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞത് നന്നായിട്ട് തോന്നി, അത് ഗുണം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം. ഷോയി ഫ്രം UK, ഇസ്മായിൽ റാവുത്തർ ഫ്രം ദുബായ്, 24 ഷോപ്സ് ഇൻ കേരള, ആൻഡ് ജോസേട്ടൻ ഫ്രം Germany. We are not promoters of any of the companies. We don't want any. Okay. Anyway, നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഞങ്ങളോട് പറയുക. ഞങ്ങളെ ബ്ലെയിം ചെയ്യരുത്. നിങ്ങൾക്ക് ഗുണം ചെയ്താൽ മാത്രം നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ഓക്കെ, ഞങ്ങൾ ആരെയും പ്രൊമോട്ടേഴ്സ് ഇതൊന്നുമല്ല. എനിവേ, സി യു സൂൺ. താങ്ക് യു വെരി മച്ച്. ഷോയി ഫ്രം UK, shoyinternational.com. ബാർസലോണയിലെ മെയിൻ ബീച്ചാണ്. ഇവിടെ സീയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരി നല്ല കാഴ്ചകൾ കാണാം. ഇവിടെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നുമില്ലാത്ത ഒരു ബീച്ചാണ്. അതുകൊണ്ട് കടലിൻ്റെ അടുത്ത് ഒക്കെ കൂടുതൽ നേക്കഡായിട്ടുള്ള ആൾക്കാർ ഉള്ള ഇതാണ്. ഞാൻ എന്താണെങ്കിലും ഇപ്പം നിങ്ങളെ അതിലേക്കൊന്നും കൊണ്ടുപോകുന്നില്ല. ഞാൻ ഇവിടെ ചെന്ന് നിർത്തുന്നു. ബൈ. ഇത് ബാർസലോണ ബീച്ചാണിത്. കാണാം ഒത്തിരി
നല്ല ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നു. അവിടെ നോക്കിയാൽ എന്താ പറയുക, പനകളൊക്കെ നോക്കി ആ ബീച്ചിലൊക്കെ വളരെ ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ബോട്ടുകളെല്ലാം, ഹൗസ് ബോട്ടല്ല, സ്പീഡ് ട്രാക്കിങ് ബോട്ടിങ്ങിനൊക്കെ പോകാനായിട്ട് അവിടെ ഒത്തിരി ഫേമസ് ഒരു ബീച്ചാണ്.